സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TV സ്വാഗതം. Press1 TV എന്നും പറഞ്ഞൊരു ചാനലുണ്ട്. CPM-കാരനാണ് ആള്. അപ്പോ നേരത്തെ പിണറായിയെ ഈ വിധത്തിലെല്ലാം കുഴച്ചത് ഇങ്ങനെയുള്ള കുറെ ചാനലുകളാണ്. ഇവരങ്ങ് അടിച്ചു പൊക്കും പിണറായിയെ. ഏതെല്ലാം തരത്തിൽ പിണറായിയെ പൊക്കാനൊക്കും ആ രീതിയിൽ അങ്ങ് പൊക്കും. ഇലക്ഷൻ സമയത്ത്, ഇലക്ഷന് തൊട്ട് മുമ്പെല്ലാം, പോളിങ്ങിനൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരും. ഇവിടെ കേരളത്തില് അതായത് ഒരു 40 സീറ്റ് എല്ലാം ഈ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയാലായി. അവർ കണക്കുകൾ അങ്ങ് നിരത്തേണ് എന്ന് പറഞ്ഞ് കുറെ ഒരു 4-5 ചാനലുകൾ ഞാൻ കണ്ടതാണ്. ഞാൻ ആലോചിച്ച് ഇതൊക്കെ ഇവന്മാർ പറയുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ എന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് 81 മുതൽ 94 വരെ സീറ്റ് UDF കിട്ടുമെന്ന് 3-ാം തീയതി, അതായത് പിന്നെ കൗണ്ടിങ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ പിന്നെ ഒരു നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോ ഈ പോളിംഗ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഇതെന്ന് പറയുന്നത് 77 മുതൽ 84 വരെ സീറ്റ് കിട്ടുമെന്നാണ്. അപ്പൊ അത് പോളിംഗ് കഴിഞ്ഞ് കൗണ്ടിങ് ഒക്കെ തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ സമയത്തെല്ലാം ഇവര് പറയുന്നത് കേട്ടാൽ തോന്നും ഓഹോ ഇടതുപക്ഷം ജയിക്കും. ആ കാര്യങ്ങളൊക്കെ അങ്ങ് നേരത്തെയാണ്. ഇപ്പൊ ഇതാ വീണ്ടും അവന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിൽ ആഭ്യന്തര കുഴപ്പമാണ്. മുസ്ലിം ലീഗും പിന്നെ VD സതീശനുമായിട്ട് തെറ്റി. പിന്നെ VD സതീശനെ ഉടനെ ചവിട്ടി പുറത്താക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെല്ലാം ഈ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് പടച്ചു വിടുകയാണ്. ഈ ഇടതുപക്ഷത്തിലെ ചില ആൾക്കാർക്കുള്ള കുഴപ്പം ഇതാണ്. ആ പ്രസ്ഥാനത്ത്, ആ ഇടതുപക്ഷത്തെ നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കുറെ ചെറ്റ ചാനലുകളും അത് നടത്തുന്നവനാണ്. അവനൊക്കെ കുളിക്കുകയില്ല, കഴിയുകയില്ല, കുറെ മുടിയൊക്കെ വളർത്തി ഒന്നങ്ങ് പറയണം എന്തെങ്കിലുമൊക്കെ. അതുപോലെ ഒരു പയ്യൻ ഒരു ചാനൽ നടത്തുന്നത്, അവന്റെ കാര്യം ഇത് തന്നെ. വെറുതെങ്കിലും ഒരു പിന്നെ താടി, ഒരു താടിയൊക്കെ വെച്ച്, ഒരു പകുതി മീശയൊക്കെ വെച്ചിട്ട് ഒരുത്തൻ വന്നിന്ന് അങ്ങ് ഇപ്പൊ ഈ ചെറവറ പറയണം. ഒരു കാര്യവും വേണ്ട. അതായത് യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം. അതായത് ഇലക്ഷൻ കഴിഞ്ഞാലും ശരി, ഇലക്ഷൻ കഴിഞ്ഞില്ലെങ്കിലും ശരി, മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉള്ള ആ ബുദ്ധിമുട്ടുകളും, അതായത് ജനങ്ങളോടുള്ള അവരെ പെരുമാറ്റം കൊണ്ട് ജനങ്ങൾ വെറുത്തു. അതുകൊണ്ടാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറയുന്ന ED പിന്നെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് രാഹുൽ ഗാന്ധി ചെയ്യിച്ചതാണ്. VD സതീശൻ പോയി നരേന്ദ്രമോദിയെ കണ്ട് പറഞ്ഞതാണ് 2 മാസത്തിന് മുമ്പ്. അതായത് VD സതീശൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ പോയി അവര് കേസ് കൊടുത്തു. ED കേസ് കൊടുത്ത് ആണ് അതിന് പെർമിഷൻ, ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടിയാണ് ED റെയ്ഡ് നടത്തിയത്. അതിന് ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുണ്ടാകുന്ന